അത്രയും വൃത്തികെട്ടവള് നമ്മളെ കുറിച്ച് പറയാൻ എന്താണ് അവൾക്ക് അർഹത ഉള്ളത്? അതാ ഞാൻ ആലോചിക്കുന്നത്. എൻ്റെ ഉമ്മാനെയും എൻ്റെ വീട്ടുകാരനെയും എൻ്റെ അനിയത്തിമാരനെയും കുറിച്ച് പറയാൻ ഒരു അർഹതയില്ലാത്ത നാത്തൂനാണ് അവള്. ആണുങ്ങളുടെ വേഷമാണ് അവൾക്ക്. ഇതാന്റെ വീഡിയോ ഇന്നലത്തോടെ നിർത്തി കേസാണ്. ഇനി അത് ചെയ്യണം എന്ന് വിചാരിച്ചില്ല. കാരണം ചെയ്താലും പറയും കണ്ടന്റിന് വേണ്ടിയിട്ട്, കണ്ടന്റിന് വേണ്ടി. അവളുടെ ഒരു കണ്ടന്റും അവളെ വിറ്റ് ജീവിക്കേണ്ട ആവശ്യം ഇന്നീ നിമിഷം വരെ ഇതുവരെ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഈ ഒരു ഇത് കണ്ടതുപോലെ തന്നെ റംന, അപ്പോൾ ഷാജിദിനെ കുറിച്ച് ഒരുപാട് ആളുകൾ കുറ്റപ്പെടുത്തുന്ന സമയത്തും ഈ റംന എന്ന് പറഞ്ഞ യൂട്യൂബർ അവരെ മോട്ടിവേഷൻ കൊടുക്കാനും ശരി അത് പോട്ടെ, അങ്ങനെ അത് കുഴപ്പമില്ല, ഇനിയിപ്പോൾ എന്തായാലും സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ ഒരു രീതിയിൽ സംസാരിച്ച് ഇതായിട്ട് ഡീൽ ചെയ്ത് പോകുന്ന ആ സമയത്താണ് ഷാജിദ് ഉടനെ ഈ പുള്ളിക്കാരിയുടെ വീഡിയോ എടുത്തിട്ട് വോയിസ് എല്ലാം എടുത്തിട്ട് ഒരു വീഡിയോ ചെയ്യുന്നു. അതിൽ പുള്ളിക്കാരുടെ നമ്പർ അതിൽ ഉണ്ടായിരുന്നു. ആ നമ്പറിൽ പിന്നെ കുറേ ഞരമ്പ് രോഗികൾ വിളിക്കുന്നു. പിന്നെ അത് പല വിഷയങ്ങളിലോട്ട് വരുന്നു, പല പ്രശ്നങ്ങളാവുന്നു. അങ്ങനെ പല രീതിയിലും ഇതായിട്ട് പ്രശ്നങ്ങളായി. ഇപ്പോൾ എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഒരു പെണ്ണിൻ്റെ നമ്പർ ഇട്ടാലുള്ള സ്ഥിതി ആലോചിക്കാവുന്നതേ ഉള്ളൂ. പല ആളുകളും കോൾ ചെയ്യും. അപ്പോൾ കോൾ ചെയ്യുമ്പോൾ ബ്ലോക്ക് ചെയ്തുകൂടെ എന്ന് പറയും. പക്ഷേ ബ്ലോക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് നിരന്തരം ഇങ്ങനെ കോളുകൾ വരുമ്പോൾ എന്തായാലും നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ നമ്പർ അങ്ങനെ നമ്മൾ മറ്റൊരാൾ നമുക്ക് പബ്ലിഷ് ചെയ്യുന്നത് അത് അത്ര ശരിയായിട്ടുള്ള നടപടിയല്ലല്ലോ. അപ്പോൾ ഒരുപാട് ആളുകൾ കുറ്റം പറയുന്ന സമയത്ത് ഈ പുള്ളിക്കാരി സപ്പോർട്ട് ചെയ്തത് ആ വോയിസിലുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്കാരി ചെയ്തു കൊടുത്തത്, പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ആ പുള്ളിക്കാരിയാണ് ഇപ്പോൾ കരുവാക്കിയിട്ട് ഷാജിദ ഈ നമ്പറൊക്കെ വെളിപ്പെടുത്തി അത് ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും റംന പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ട് നോക്കാം കേട്ടോ. ഒന്ന് കേട്ട് നോക്കൂ. വീഡിയോ ഇന്നലത്തോടെ നിർത്തി കേസാണ്. ഇനി അത് ചെയ്യണം എന്ന് വിചാരിച്ചില്ല. കാരണം ചെയ്താലും പറയും കണ്ടന്റിന് വേണ്ടിയിട്ട്, കണ്ടന്റിന് വേണ്ടി. അവളുടെ ഒരു കണ്ടന്റും അവളെ വിറ്റ് ജീവിക്കേണ്ട ആവശ്യം ഇന്നീ നിമിഷം വരെ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. അത് ആദ്യം തന്നെ പറയാം. ഇപ്പൊ ഞാൻ ഇത്രയും ദേഷ്യത്തോടെ സംസാരിക്കാനും കാരണങ്ങളുണ്ട് കേട്ടോ. ഇന്നലെ ഞാനിട്ട വീഡിയോയുടെ ഇടയിൽ ഒരുപാട് പേര് കമന്റ് ചെയ്ത് നിങ്ങൾക്ക് ഇത് അവരോട് നേരിട്ട് പറഞ്ഞുകൂടെ, അവരെ വിളിച്ച് പറഞ്ഞുകൂടെ. ഒന്നാമത്തെ കാര്യം, ഈ സാജിദ എന്ന് പറഞ്ഞ വ്യക്തിനെ ഞാൻ ഇതുവരെ ഫോണിൽ കോൺടാക്ട് ചെയ്തിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചതാണ്. അതേപോലെ ഈ ഒരു കാര്യം കണ്ടപ്പോൾ ഞാൻ അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വീഡിയോ ഡിലീറ്റ് ചെയ്തേ പറ്റൂ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവർ ആ മെസ്സേജ് സീൻ ചെയ്തത് അപ്പൊ തന്നെ സീൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ എനിക്ക് ഈവനിങ് ഞാൻ വീഡിയോ കിട്ടിയതിന് ശേഷമാണ് അവർ എന്ത് ചെയ്ത് ആ ഒരു വീഡിയോ എനിക്ക് ആ ഒരു വോയിസിന് റിപ്ലൈ തന്നത്. ഞാൻ ഡിലീറ്റ് ചെയ്യൂല, നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം നീ ചെയ്യുക, അങ്ങനെ ഇങ്ങനെ കുറെ എന്നെ പ്രൊവോക്ക് ചെയ്തു. അതേപോലെ തന്നെ ഇവർ വിടുന്ന മെസ്സേജുകൾ ഇവർ ഡിലീറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അത് ഇവർ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ ഇവർ എനിക്ക് വിട്ട മെസ്സേജൊക്കെ ഇവർ ഡിലീറ്റ് ചെയ്ത് പോയി. ഒരു പക്ഷെ ഞാൻ വിട്ട മെസ്സേജുകളൊക്കെ ഇവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇവർ അതായിട്ട് ഇറക്കിക്കോട്ടെ, എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ അതിലൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ. അപ്പൊ ഇവര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ വോയിസിൽ പറയുന്നത്, നീ ഇത്രയും കാലം യൂട്യൂബ് തുറന്നിട്ട് നീ ഗൾഫ് പോയിട്ട് അല്ലടി വൈറലായതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഗൾഫ് പോയിട്ട് വൈറലായി, ഞാൻ പോകുന്ന ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളൂ, അത് കയറി വൈറലായി, അൽഹംദുലില്ലാ. അല്ല നിന്നെ വിറ്റിട്ട് ഫേമസ് ആവേണ്ട ആവശ്യമില്ല. ഞാൻ ഗൾഫ് പോയപ്പോൾ എന്റെ വീഡിയോ വൈറൽ. കണ്ടോ? അപ്പോൾ ആ ഒരു വീഡിയോ ചെയ്ത സമയത്ത് അത് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് ഇങ്ങനെയുള്ള കമൻറ്റാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇത് കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അതിന് പ്രതികരിക്കുക തന്നെ ചെയ്യണം. അത് ചുമ്മാ ഇരിക്കരുത്. ഈ പുള്ളിക്കാരി ഓരോ വീഡിയോകൾ ചെയ്യുന്ന സമയത്ത് അവിടെ പോയിട്ട് പല രീതിയിൽ കമൻറ്റുകൾ ഇടുന്നത്. അപ്പോൾ ആര് വീഡിയോ ചെയ്താലും അവിടെ വന്നിട്ട് ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ കമൻറ്റുകളും കാര്യങ്ങളും ഇടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും വിട്ടുകൊടുക്കാൻ പറ്റില്ല. അതിനെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യണം. അപ്പോൾ ഈ പുള്ളിക്കാരിൻ്റെ വീഡിയോ ഇവള് പറയുന്ന കാര്യങ്ങളാണല്ലോ ബാക്കിയുള്ളവരുടെ അടുത്ത് റിയാക്ട് ചെയ്യുന്നത്, അല്ലാതെ ആരുടെ കയ്യിൽ നിന്നും എടുത്തിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ ആ പുള്ളിക്കാരി ഇങ്ങനെയുള്ളൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു രീതിയിൽ ഇവർ എടുക്കണമായിരുന്നു. എല്ലാ ആളുകളും പുള്ളിക്കാരിയെ എടുത്ത് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഇതും ഇങ്ങനെ ഒരു കാര്യം കണ്ടപ്പോൾ അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് തെറ്റാണെന്ന് തോന്നിയിട്ട് അത് ഡിലീറ്റ് ചെയ്യാതെ നിനക്ക് പറ്റാവുന്നത് നീ ചെയ്തോ എന്ന് പറഞ്ഞ ആ വെല്ലുവിളി ഉണ്ടല്ലോ. എപ്പോഴും ആ അഹങ്കാരത്തിനൊരു കുറവുമില്ല ഷാജിദയ്ക്ക് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തിനാ ഒരു പെണ്ണ് ഇത്രയും അഹങ്കരിക്കേണ്ട കാര്യം? നമുക്ക് വീഡിയോ ചെയ്യാം, നമുക്ക് മാനമര്യാദയായിട്ട് നമുക്ക് വീഡിയോ ചെയ്യില്ല. ഇങ്ങനെ പൊട്ട നുണകൾ പറഞ്ഞ് ഇന്റർവ്യൂ കൊടുത്ത് അതുപോലെ അതിൽ പല കള്ളങ്ങളും പറഞ്ഞ് ഇങ്ങനെയാണോ വൈറലാവേണ്ടത്? വൈറലാവാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തിനാണ് വൈറലായിട്ട് എന്ത് നേട്ടമാണ് ഷാജിദയ്ക്ക് കിട്ടുന്നത്? ശരിയാണ്, നിനക്ക് കുറേ ഡോളർ കിട്ടുമായിരിക്കും, അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? നിനക്കൊരു ഭാവിയിൽ നിനക്കൊരു ജീവിതം വേണ്ടേ? അതുപോലെ തന്നെ ആ മക്കളുടെ ലൈഫ് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നീ ഇങ്ങനെ പൊട്ട കള്ളങ്ങൾ വിളിച്ച് പറയുന്ന സമയത്ത്, ഇങ്ങനെയുള്ള തോന്നിവാസങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അതൊക്കെ നിന്റെ മക്കളെ ബാധിക്കുന്നതെന്ന് നീ ഷാജിദ എന്താ മനസ്സിലാക്കാത്തതെന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ ചോദിക്കാനുള്ളത്. ഇതിപ്പോൾ ആ പുള്ളിക്കാരി ഇങ്ങനെ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു, എൻ്റെ നമ്പർ അതിൽ കാണുന്നുണ്ട്, അതുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ആ ഒരു സെൻസിൽ എടുത്തിട്ട് അത് ഡിലീറ്റാണ് ചെയ്യേണ്ടിയിരുന്നത്. അതല്ലാതെ എനിക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല, നിനക്ക് പറ്റുന്നത് ചെയ്തു, ഇങ്ങനെയാണ് ഒരാളുടെ അടുത്ത് വെല്ലുവിളിക്കേണ്ടത്. ആ പുള്ളിക്കാരി നല്ല രീതിയിലാണ് ആ സംസാരിച്ച കാര്യങ്ങളും എല്ലാം. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരി എന്ത് വീഡിയോ ഇട്ടാലും റീച്ചായി പോകും. അപ്പോൾ ആ ഒരു സെൻസിൽ എടുത്തിട്ട് അത് തെറ്റാണെന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്തുകൂടെ? ഇതിപ്പോൾ നീ കുറേ ഇത് ഇട്ടു, ഷോർട്സും കാര്യങ്ങളൊക്കെ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. നീ
എന്താണ് മൈലാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി എല്ലാവരും അത് എടുത്ത് റിയാക്ട് ചെയ്ത സമയത്ത് അത് വേഗം നിനക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റിയായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് എന്തുകൊണ്ട് നിനക്ക് ഈ ഒരു വീഡിയോ മാത്രം കണ്ടപ്പോൾ അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റിയില്ല? അതിലും തെറ്റല്ലേ നീ കാണിച്ചത്? ആ ഒരു നമ്പർ പബ്ലിഷ് ചെയ്തത് തെമ്മാടിത്തരം തന്നെയാണ് പറയേണ്ടത്. എന്താ ചോദിച്ചാൽ ഒരു സ്ത്രീയുടെ നമ്പർ അവരുടെ അനുവാദം ഇല്ലാതെ യാതൊരു കാരണവശാലും പബ്ലിഷ് ചെയ്യുന്നത് ശരിയായ കാര്യമല്ല. അത് ആർക്കും അതിനുള്ള അവകാശമില്ല. അപ്പോൾ എന്താണ് ചോദിച്ചാൽ ഇത്രയും വലിയൊരു സോഷ്യൽ മീഡിയ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരാളുടെ നമ്പർ ഇങ്ങനെ ഇത് ചെയ്യുന്നത് തെറ്റായ കാര്യം തന്നെയാണ്. അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. എന്നിട്ടും അത് അവർ പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കാതെ പിന്നെയും അഹങ്കാരത്തോടുകൂടി പറയാൻ കാണിച്ച ആ ഒരു ചങ്കൂറ്റുണ്ടല്ലോ ഷാജിദ, അതിന് നിന്നെ സമ്മതിച്ചേ പറ്റുള്ളൂ. ഇത്രയും പ്രശ്നങ്ങളുടെ ഇടയിൽ നിനക്കിങ്ങനെ തലയുയർത്തി വെല്ലുവിളിച്ച് നിൽക്കാൻ കഴിയുന്നുണ്ടല്ലോ, അപാര തൊലിക്കെട്ടി തന്നെ. ഇതിനൊക്കെ എന്താ പറയേണ്ടത്, ഇതിനൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. ഇത്രയും കണ്ടിട്ടും കേട്ടിട്ടും നിനക്കൊന്നും മനസ്സിലാവുന്നില്ല ഷാജിദ. കുറച്ചെങ്കിലും ഒന്ന് നിനക്കൊന്ന് ആലോചിച്ചൂടെ? ആ മക്കളുടെ ഭാവിയെക്കുറിച്ചൊന്ന് ചിന്തിച്ചൂടെ? എന്തിനാ ഇമാതിരി പോക്കൃത്തരം കാണിക്കുന്നത്? റീച്ച് ആവാൻ എന്തെല്ലാം വഴികളുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് വേണോ റീച്ച് ആവാൻ വേണ്ടിയിട്ട്? ആ ഒരു റംന എന്ന് പറഞ്ഞ ആ സ്ത്രീയെ വെറുതെ വിട്ടേക്ക്. അവർ അങ്ങനെ എന്താണ് ചെയ്തത് ശുദ്ധ തെമ്മാടിത്തരം തന്നെയാണ്. അല്ലാതെ ഈ ഒരു അവസരത്തിൽ എനിക്കൊന്നും പറയാനില്ല. എന്താ ചോദിച്ചാൽ നമ്മുടെ സമ്മതം ഇല്ലാതെ നമ്മുടെ നമ്പർ അങ്ങനെ പബ്ലിഷ് ചെയ്യാൻ പാടില്ല. അതും നമ്മൾ ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നത് പോലെയല്ല. ഒരു നമ്മുടെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്പർ എന്ന് പറയുന്ന ഒരു ഫോൺ നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന സമയത്ത് പല ആളുകളിലേക്കാണ് അത് പോകുന്നത്. പല ആളുകളും ഏതെല്ലാം രീതിയിലുള്ള ആളുകളുണ്ടാവും, അവരെല്ലാം വിളിച്ചിങ്ങനെ ശല്യപ്പെടുത്തുന്ന സമയത്ത് അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. നീ അത് കാണിച്ചത് ഒട്ടും ശരിയായില്ല. അവർ പറഞ്ഞ ഉടനെ അത് നിനക്ക് നല്ലൊരു വ്യക്തിയാണെങ്കിൽ നീ അത് ഡിലീറ്റ് ചെയ്യേണ്ടായിരുന്നു. അതൊന്നും ചെയ്യാതെ അത് വീണ്ടും ഈ പുള്ളിക്കാരി വെല്ലുവിളിക്കാൻ കാണിച്ച ആ ഒരു ഇതുണ്ടല്ലോ, അതിന് നിന്നെ സമ്മതിച്ചേ പറ്റുള്ളൂ. അത് നിനക്ക് എന്താ പറയുക, ഇതിനൊന്നും എനിക്ക് വാക്കുകളല്ല കിട്ടുന്നത്. ഇത് വീണ്ടും വീണ്ടും പുള്ളിക്കാരി വൈറലായിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയൊക്കെയോ കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്താണ് നിന്നെ വെച്ചിട്ടല്ല ഓരോരുത്തർ കണ്ടന്റ് ഉണ്ടാക്കുന്നത്. നീ കണ്ടന്റും മറ്റുള്ളവരിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിനക്ക് എന്നെ വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് നീ മറ്റുള്ളവരിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നത് പോലെയാണ് ഞങ്ങൾക്കെല്ലാം തോന്നുന്നത്. അല്ലാതെ ഇവിടെ ഒരു ഇതുമല്ല നടക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഈ കാണിക്കുന്നതെല്ലാം ഭയങ്കര എന്താണ് കൂടുതൽ തന്നെയാണ്. ഇത് എന്താ പറയുക, ഇതിനൊക്കെ ശരിക്കും അവർ എന്താണ് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ അത് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് നല്ലത്. അതിന് എന്താ പറയുക, അവർക്ക് പറ്റുന്ന സഹായങ്ങളെല്ലാവരും ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഇവളെ ഇനി വളരാൻ സമ്മതിച്ചുകൂടെ. അമ്മാതിരി ഇതാണ് കാണിക്കുന്നത്. ഇങ്ങനെയും സ്വയം തരം താഴ്ന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെയും സ്വയം നമ്മുടെ വില കളഞ്ഞിട്ട് വേണം നമുക്ക് റീച്ച് ആവാൻ വേണ്ടിയിട്ട്. എന്നെ കുറേ പേര് വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെല്ലുവിളിച്ചവർക്കൊക്കെ ഇപ്പോൾ എന്തായാലും അണ്ണാക്കിൽ കിട്ടിയെന്നുള്ളത് എനിക്ക് മനസ്സിലായി. എന്തിനാ നമ്മൾ സീനാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതാവണം? നിൻ്റെ പിന്നെ ഒരു വെല്ലുവിളി എൻ്റെ വീഡിയോ വെച്ചിട്ട് എല്ലാവരും റീച്ച് ആവുന്നു എന്നുള്ളത്. ഇപ്പം നിൻ്റെ വീഡിയോ വെച്ചിട്ട് റീച്ച് ആവേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ അല്ലാതെയും പല ആളുകളും റീച്ചായ ആൾക്കാർ തന്നെയാണ്. ഇപ്പം നീ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിന്നെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയ മൊത്തം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്തു. അല്ലാതെ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നവരെയൊക്കെ വെല്ലുവിളിച്ചിട്ടും അവരിനെ മെക്കിട്ട് കയറിയിട്ടൊന്നും യാതൊരു കാര്യമില്ല ഷാജിദ. നീ കുറച്ചും കൂടി ചിന്തിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഈ റിയാക്ട് ചെയ്യുന്നവരുടെ മണ്ടയ്ക്ക് കയറിയിട്ട് ഇരിക്കുകയല്ല ചെയ്യേണ്ടത്. നീ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ശരിയാണോ എന്ന് കുറച്ച് സമയം ഒന്ന് ആലോചിച്ച് നോക്ക്, എന്നിട്ട് പ്രവർത്തിക്കുക. അതാണ് വേണ്ടത്. അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യല്ലേ വേണ്ടത്. എന്ത് തന്നെയാണെങ്കിലും സമ്മതിച്ചു ഞാൻ. എനിക്കിതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. ഓരോ ദിവസം വിചാരിക്കും ഇവളെക്കുറിച്ച് ഇനി ഒരു വീഡിയോ ഇനി ഇരിക്കട്ടെ വിചാരിക്കും. പക്ഷേ വീണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്നും എടുത്ത് ഇടുകയാണ് ചെയ്യുന്നത്. ഓരോ കാര്യങ്ങളും എടുത്ത് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ എങ്ങനെ പ്രതികരിക്കാതിരിക്കും? എന്ത് തന്നെയാണെങ്കിലും സമ്മതിച്ചു ഞാൻ. അപ്പോൾ ഇനിയെങ്കിലും നിൻ്റെ അടുത്ത് എന്താ പറയുക, പോത്തിനടുത്ത് വേദോതിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞില്ല, അതുപോലെ തന്നെയാണ് ഷാജിദൻ്റെ അടുത്ത് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. എത്ര ആളുകൾ പറയുന്നു, എത്ര കമൻറ്റുകൾ കാണുന്നു, ഇതൊക്കെ അവൾ കാണുന്നില്ലേ? എന്നിട്ടും അറിയാത്ത ആളുടെ അടുത്ത് ഇനി എന്ത് പറയാനാണ്? അപ്പോൾ ഇതിൽ കൂടുതൽ ഒന്നും എനിക്ക് പറയാനില്ല. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.